അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ഓൺ ഹോൾ നമ്പേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഓപ്പറേഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ക്ലോഷറിലോ പിന്നെന്തൊക്കെയാണ് പഠിച്ചേ? അസോസിയേറ്റീവ് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഈ ലോസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റിയിലേക്കാണ് കടന്നത്. എങ്ങനെയാണ് അതിനെ ഒരു നമ്പർ കൊണ്ട് മറ്റൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ടെസ്റ്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ പേർക്കൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തായാലും നാളെ എല്ലാവർക്കും ക്ലാസ് ഉണ്ടാവും. ഇന്ന് നല്ല വെയിലായിരുന്നു എല്ലായിടത്തും. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? കുറച്ച് 2 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാനുള്ള മാനദണ്ഡം എന്താണ്? 3 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ കുറേ കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? അങ്ങനെ 2 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചത്. 2 കൊണ്ട് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? വേഗം എല്ലാവരും ഒന്ന് പറഞ്ഞേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്നിരുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. 2 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ തന്നിട്ടുള്ള നമ്പറിന് എന്താണ് കണ്ടീഷൻ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേഗം പറഞ്ഞോ, വേഗം പറഞ്ഞോളോ. 2 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ തന്നിട്ടുള്ള നമ്പറിൽ എന്തോ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അല്ലേ? അതല്ല നമ്മൾ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റിയിൽ പഠിച്ചത്. എന്തായിരുന്നു ആ കണ്ടീഷൻ? അതെന്താ ആരും അത് പറയാത്തെ? ഇത്ര 25 പേരുണ്ടല്ലോ, എന്താ പറയാത്ത എല്ലാവരും? വേഗം പറഞ്ഞോളൂ. Right, the last number must be 24680. correct. ആരാണ് പറഞ്ഞത്? ശ്രുതി പ്രശാന്ത് എന്ന് പറഞ്ഞ ആളാണ് പറഞ്ഞിട്ടുള്ളത്. ആരാ ശ്രുതി പ്രശാന്ത് എന്ന് പറയുന്ന പേരെന്തായിരുന്നു? ശ്രുതി മാളവിക. റൈറ്റ്, മാളവികയാണ് പറഞ്ഞത് അല്ലേ? അപ്പം അതാ ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എല്ലാവരും ഇപ്പോഴും ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞില്ലേ? ക്ലാസ് ഉണ്ടായിരുന്നു, കുറച്ച് പേർക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് മാളവിക മാത്രമാണ് ആൻസർ പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയാത്തത്? റൈറ്റ്, അഭിരാമി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഗുഡ് ഈവനിങ് ആദിദേവ്, രാതുൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് വരാൻ എന്താ അത്ര ബുദ്ധിമുട്ട്? നമ്മളിത് ഡിസ്കസ് ചെയ്ത കാര്യമല്ലേ? 26 പേരുണ്ട്, എന്നിട്ടും 3 പേരൊക്കെയാണ് ആൻസേഴ്സ് ഇടുന്നത്. വൈ? എന്തേ അങ്ങനെ? അതെന്താ അങ്ങനെ വരാൻ പാടുണ്ടോ? അങ്ങനെ വരാൻ പാടുണ്ടോ? എല്ലാവരും പഠിച്ചതല്ലേ? Even numbers can be divisible by 2. അഡീഷൻ അല്ല, ഡിവിഷൻ ചെയ്യാൻ പറ്റും. 2, 4, 6, 8, 10 അല്ല, 0 വന്നാൽ ഡിവിഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ്. ഇന്ന് ഹിരോഷിമ ഡേ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ്, ഇന്ന് ഹിരോഷിമ ഡേ ആയിരുന്നു അല്ലേ? റൈറ്റ്. അപ്പോൾ ഇപ്പം എല്ലാവരും ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഈവൺ നമ്പേഴ്സ് എന്നും പറയാം നമുക്ക്. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾ ആക്റ്റീവായിട്ട് ആൻസേഴ്സ് പറയണം. കുറേ നേരം ഞാൻ കാത്തിരിക്കണം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസേഴ്സ് കിട്ടാൻ. അപ്പോൾ നിങ്ങൾ വേഗം ആൻസേഴ്സ് പറയണം കേട്ടോ. എന്നാൽ പിന്നെ 3യുടെ പറഞ്ഞോളോ. 3യുടെ എന്തായിരുന്നു കണ്ടീഷൻ? 3യുടെ കണ്ടീഷൻ എന്തായിരുന്നു? 3
വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്തായിരുന്നു? അത് പറയാൻ പറ്റുമോ? ത്രീ വെച്ചിട്ടുള്ള എന്റെ കണ്ടീഷൻ പറയാൻ പറ്റുമോ വേഗം? അപ്പൊ 2ന്റെ എല്ലാവരും പറഞ്ഞു. ഇപ്പോ 2 4 6 8 0 അവസാനിക്കുന്നതായിരിക്കണം എന്നുള്ളത് 2ന്റെ എല്ലാവരും പറഞ്ഞു, കറക്റ്റ് ആണ്. ഇനി 3യുടെ പറഞ്ഞോളോ. 3 വെച്ചിട്ട് അവസാനിക്കുന്ന അല്ല 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യേണ്ട നമ്പേഴ്സിന്റെ കണ്ടീഷൻ. മാളവിക തന്നെയാണ് വീണ്ടും പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞേക്കണത്? എന്താ ഡിലീറ്റ് ചെയ്തത്? അത് കറക്റ്റ് ആയിരുന്നല്ലോ. എന്തായിരുന്നു അപ്പൊ ആൻസർ? വേഗം പറ. എന്താണ്? ആർക്കും ഓർമ്മയില്ലേ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ. എന്താ ഓർമ്മയില്ലാത്തത്? അതെന്താ ഓർമ്മയില്ലാത്തത്? കറക്റ്റ്. സംഖ്യ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ആ സംഖ്യ 3ന്റെ ഗുണനമാവണം. അത് കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. ആരാണ്? സുനിജ ബിജു എന്ന് പറയണ പേരും കൂടി ഇടൂ. പേരും കൂടി ഇട്ടാലല്ലേ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ വിളിക്കാൻ പറ്റുള്ളൂ. റൈറ്റ്. അപ്പൊ റയാൻ പറഞ്ഞിട്ടുള്ളതും കറക്റ്റ് ആണ്. മാളവിക പറഞ്ഞത് കറക്റ്റ് ആണ്. ഈ സുനിജ ബിജു ആ ആളാണ് ആദ്യം പറഞ്ഞത്. യെസ്, ഗൗരിയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അല്ല, 3690 അല്ല. 2നാണ് അവസാനിക്കുന്ന നമ്പറിന്റെ റൂൾ ഉള്ളത്. 3ന് നമുക്ക് എങ്ങനെയാണ്? സം ഓഫ് നമ്പർ അല്ലെ. നമുക്ക് തന്നിട്ടുള്ള നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്ത്, ഇപ്പൊ 426 തന്നേക്കണെങ്കിൽ 4 + 2 + 6 അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന ആ നമ്പർ 3ന്റെ ഗുണിതമാകണം. അതായത് 3ന്റെ ടേബിളിൽ ഉണ്ടാവണം. അങ്ങനെ ആ ആഡ് ചെയ്ത് കിട്ടുന്ന ആ നമ്പർ 3ന്റെ ഗുണന പട്ടികയിലുള്ളതാണെങ്കിൽ ആ തന്നിട്ടുള്ള നമ്പർ 3ന്റെ ഡിവിസിബിലിറ്റി പോകുന്ന നമ്പർ ആയിരിക്കും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും. മനസ്സിലായോ? അതാണ് കണ്ടീഷൻ. അപ്പൊ ഈ 2 കണ്ടീഷൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. എന്നിട്ട് അത് ആർക്കും ഓർമ്മയില്ല കേട്ടോ. 3690 അല്ല. നോ. തന്നിട്ടുള്ള നമ്പറിന്റെ തമ്മിലുള്ള സം എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാകണം. അതാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, റൈറ്റ്. സം ഓഫ് നമ്പേഴ്സ് ഹാസ് ടു ബി 3690 അല്ല. നിങ്ങൾ എന്താ ഇപ്പോഴും 3690 പറയണേ കുറെ പേര്? അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടില്ലേ? റൈറ്റ്. അഭിരാമി പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ. സം ഓഫ് ഗിവൺ നമ്പേഴ്സ്. അതെ, തന്നിട്ടുള്ള ആ ഒരു നമ്പർ 3 ഡിജിറ്റ് നമ്പറോ 4 ഡിജിറ്റ് നമ്പറോ എത്ര ഡിജിറ്റ് നമ്പർ വേണമെങ്കിലും ആയിക്കോട്ടെ, അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നമ്പർ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉള്ളതായിരിക്കണം. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. ക്ലിയർ ആയോ? ഇനി ആരും 3 6 9 0 അവസാനിക്കുന്ന നമ്പർ ആണെന്ന് പറയരുത് കേട്ടോ. 2ന് മാത്രമേ ആ ഒരു കണ്ടീഷൻ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഹോൾ നമ്പേഴ്സിനെ പറ്റി പറഞ്ഞു, ലോസ് ഒക്കെ പറഞ്ഞു. റൈറ്റ്. ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി 2ഉം 3ഉം അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഡിവിസിബിലിറ്റി. അപ്പൊ നിങ്ങൾക്ക് ഡിവിസിബിലിറ്റി 3 വരെയുള്ളത് മനസ്സിലായി എന്നുള്ള ധാരണയിൽ ഞാൻ 4ലേക്ക് പോവാണ്. ഓക്കെ അല്ലേ? നമുക്ക് 4 പഠിച്ചാലോ? 4ന്റെ കണ്ടീഷൻ പഠിച്ചാലോ? ഓക്കെ. ഡിവിസിബിലിറ്റി ബൈ 4. നമ്മൾ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിവിസിബിലിറ്റി ബൈ 4 ആണ്. എന്താണ് ഡിവിസിബിലിറ്റി ബൈ 4ന്റെ കണ്ടീഷൻ? If the last 2 digits of a number are divisible by 4, then the number is divisible by 4. അപ്പൊ തന്നിട്ടുള്ള സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങൾ
എന്താണ്? തന്നിട്ടുള്ള സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങള് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരക്കല്ല, ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് ആ തന്നിട്ടുള്ളത്. എന്തായിരുന്നു? നമുക്ക് തന്നിട്ടുള്ള നമ്പറിന്റെ ലാസ്റ്റത്തെ 2 ഡിജിറ്റ്. യെസ്, നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എക്സാംസിനൊക്കെ പഠിക്കണം അല്ലേ? റൈറ്റ്. അപ്പൊ എന്തായിരുന്നു? നമുക്ക് തന്നിട്ടുള്ള ഡിജിറ്റിന്റെ ലാസ്റ്റിലെ 2 നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കിക്കോളോ, ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ. നോക്കിയേ, ഇഫ് ദ ലാസ്റ്റ് 2 digits of a number are divisible by 4, then the number is divisible by 4. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ള നമ്പർ നോക്കിയേ, 324. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 324. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 24 ആണ്. 24 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? നമുക്കറിയാം, കറക്റ്റ് ആയിട്ട് പോവും. 6 4 24 ആണ് അല്ലെ? 24 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന ആളാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് 24നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 324നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ അടുത്തത് നോക്കിയോ, 5632. 5632. നോക്കിക്കോളൂ, 32 ആണ് അല്ലെ ലാസ്റ്റ് വരുന്ന 2 ഡിജിറ്റ്. 32നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? 8 വരും അല്ലേ? 32 4ന്റെ ഗുണന പട്ടികയിൽ വരുന്ന സാധനല്ലേ? അപ്പോ 32 ആണ് അവസാനം വരുന്നത് കൊണ്ട് തന്നെ ഈ നമ്പറിനെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി എന്താ, ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. The number having 2 or more zeros at the end is also divisible by 4. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു, ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമാണെങ്കിൽ അതിന് നമുക്ക് ആ നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അവസാനം വരുന്നത് 2ഓ അതിലധികമോ പൂജ്യങ്ങളാണെങ്കിൽ, നോക്കിയേ, 3500. 3500 എന്ന് പറഞ്ഞാൽ അവസാനം വരുന്ന നമ്പർ 2 പൂജ്യമാണ് അല്ലേ? ആ 2 പൂജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 4ന്റെ ഗുണന പട്ടികയിൽ വരുന്ന സംഭവമല്ല. പക്ഷേ അവസാനം ഇങ്ങനെ 2ഓ അതിലധികമോ പൂജ്യമാണ് വരുന്നതെങ്കിലും നമുക്കിതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സിലായോ? 2 കണ്ടീഷൻ ഉണ്ട്. 2 കണ്ടീഷനാണ് വരുന്നത്. എന്തൊക്കെയാണ്? അവസാനിക്കുന്ന 2 ഡിജിറ്റ്സ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. ദെൻ അവസാനിക്കുന്നത് 2ഓ അതിലധികമോ പൂജ്യങ്ങളിലാണെങ്കിലും ആ നമ്പർ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. എന്തായിരുന്നു? നമുക്ക് തന്നിട്ടുള്ള നമ്പറിന്റെ അവസാനിക്കുന്ന 2 ഡിജിറ്റ് അവസാനിക്കുന്ന 2 ഡിജിറ്റ് 4ന്റെ ഗുണിതങ്ങളാണെങ്കിൽ ആ തന്നിട്ടുള്ള എത്ര ഡിജിറ്റുള്ള നമ്പർ ആയിക്കോട്ടെ, 10 ഡിജിറ്റുള്ള നമ്പർ ആയാൽ പോലും അവസാനത്തെ 2 ഡിജിറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോ ആ നമ്പറിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ബോർഡിലുള്ളത് എന്തിനാ ചാറ്റ് ബോക്സിൽ ഇടുന്നത്? അടുത്തത് നമ്മൾ പഠിക്കാൻ പോകണല്ലേ ഉള്ളൂ അല്ലേ? അത് അടുത്തേക്കൊക്കെ നമുക്ക് പോവാം. ആദ്യം നമുക്ക് 4 ശ്രദ്ധിക്കട്ടോ. ഓക്കെ. എന്താണ് 4 പറയണത്? തന്നിട്ടുള്ള നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ശ്രദ്ധിക്കണം. എത്ര നമ്പേഴ്സ് ഉണ്ടെങ്കിലും 10 ഡിജിറ്റുള്ള നമ്പർ ആണെങ്കിൽ പോലും
ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ആ നമ്പറും ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. ഇനി അത് മാത്രമല്ല, തന്നിട്ടുള്ള നമ്പർ 2ഓ അതിലധികമോ 0ത്തിലാണ് അവസാനിക്കുന്നതെങ്കിലും അത് ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണേ. ആൻസർ പറയണം. എനിക്ക് വേഗം എല്ലാവരും ആൻസർ പറയണം കേട്ടോ. ഈ നമ്പർ ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് പറഞ്ഞേ. ആ നമ്പർ ഡിവിസിബിൾ ബൈ 4 ആണോ എന്നൊന്ന് പറഞ്ഞേ എല്ലാവരും വേഗം. വേഗം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. ഞാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിവിസിബിൾ ബൈ 4 ആണോ അല്ലയോ, അതാണ് എനിക്ക് അറിയേണ്ടത് കേട്ടോ. എല്ലാവരും ആൻസേഴ്സ് പറയണം. കുറെ പേരൊക്കെ യെസ് 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 എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ നിങ്ങൾ കണ്ടുപിടിച്ചത്? 2 പേർക്ക് നോ ആണ്. അതെങ്ങനെയാ നിങ്ങൾ കണ്ടുപിടിച്ചത്? യെസ് എന്ന് പറയുന്ന ആൾക്കാരോടാണ് ചോദിക്കുന്നത്. പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ നമ്മള്? പുതിയ ആൾക്കാര് വീഡിയോ കാണണം അല്ലേ? പുതിയ ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ കാണണം കേട്ടോ. എന്നാലാണ് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് അത് കേൾക്കുമ്പോ അയ്യോ എന്തപ്പോ ഇത് എന്നുള്ള സംശയം തോന്നിയിരിക്കാം. കാരണം നിങ്ങൾക്ക് ഫസ്റ്റത്തെ ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും പറയുന്ന ആൻസർ ഇവിടെ കറക്റ്റ് ആണ്. അത് ഡിവിസിബിൾ ആണ്. ഡിവിസിബിൾ ആണ് കേട്ടോ. 1-2 പേരല്ല എന്ന് പറഞ്ഞത് കണ്ടു. എന്തുകൊണ്ടാണ് ഡിവിസിബിൾ ആണെന്ന് പറയുന്നത്? ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയാൽ മതി അല്ലേ? 44 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 11. കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അല്ലേ? അപ്പോ ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പൊ ഈ നമ്പറും ഡിവിസിബിൾ ബൈ 4 ആണ്. സോ യെസ്, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4. മനസ്സിലായോ? ഇനി നോക്കിക്കോളൂ. ഈ നമ്പർ ഒന്ന് നോക്കൂ. 2538. ആ നമ്പർ ഡിവിസിബിൾ ബൈ 4 ആണോ അല്ലയോ എന്നൊന്ന് പറഞ്ഞോ. വേഗം പറഞ്ഞോ. 2538 ഡിവിസിബിൾ ബൈ 4 ആണോ അല്ലയോ? വാട്ട് ഡു യു തിങ്ക്? യെസ്. അപ്പൊ ഇപ്പൊ എല്ലാവരും പറഞ്ഞ ആൻസേഴ്സ് കറക്റ്റ് ആണ്. 1-2 പേരൊക്കെയാണ് നോ നോ എന്ന് പറഞ്ഞത്. അവരപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. പറ്റുന്ന നമ്പേഴ്സ് ആണ്. എന്തുകൊണ്ടാണ്? ലാസ്റ്റത്തെ 2 ഡിജിറ്റുകൾ ഡിവിസിബിൾ ബൈ 4 ആയതുകൊണ്ട് അത് പറ്റും. ഇപ്പൊ തന്നിട്ടുള്ള നമ്പറിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ തന്നിട്ടുള്ള നമ്പർ $2538. ആ നമ്പർ ഡിവിസിബിൾ ബൈ 4 ആണോ അല്ലയോ? ഓക്കെ. ആണോ? അല്ല അല്ല അല്ല. കുറെ പേരൊക്കെ അത് അല്ല എന്നാണ് പറയണേ. നോ. എന്തുകൊണ്ടാ അല്ലാത്തത്? 38 എന്ന് പറയുന്ന ഒരു നമ്പർ
എവിടെ 4ന്റെ ഗുണന പട്ടികയിൽ വരുന്നതാണോ? അല്ല. 8 4s are 32, 9 4s are 36. പിന്നെ വരുന്നത് 4 4s are 40 ആണല്ലേ. 32ഉം 36ഉം 40ഉം മാത്രമാണ് 4ന്റെ ഗുണന പട്ടികയിൽ വരുന്ന ആൾക്കാരുള്ളൂ. 38 എന്ന് പറയുന്നത് 4ന്റെ ഗുണന പട്ടികയിൽ വരുന്നില്ല അല്ലേ. 4ന്റെ ഗുണന പട്ടികയിൽ വരാത്തത് കൊണ്ട് തന്നെ 38 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമല്ല. ശ്രദ്ധിക്കേണ്ടത് അതാണ് കേട്ടോ. നമ്മൾ എന്തിട്ടാണ് 38 ലാസ്റ്റത്തെ നമ്പർ നോക്കുക. ലാസ്റ്റത്തെ നമ്പർ 38 എന്ന് പറഞ്ഞു കഴിഞ്ഞത് 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അതെ അല്ലേ, നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 4. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഈ നമ്പർ ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ അല്ലാത്തത് കൊണ്ട് 2538നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഡിവൈഡ് ചെയ്താൽ എന്ത് വരും, പോയിന്റ് വരും. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ 4 ക്ലിയർ അല്ലേ എല്ലാവർക്കും? 4 ക്ലിയർ അല്ലേ? അപ്പൊ 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ തരാം കേട്ടോ. ഒരു എക്സാമ്പിളും കൂടെ തരാം. 2 കണ്ടീഷനിൽ നമുക്ക് ആ കണ്ടീഷനും കൂടെ നമുക്കൊന്ന് നോക്കണ്ടേ. ഈ നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ആ നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കിയേ. 2000 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഈ 2000 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കി നോക്കിയേ. യെസ്, നോ. കുറെ പേർക്കൊക്കെ യെസ് ആണ്, കുറച്ച് പേർക്കൊക്കെ നോ ആണ്. വൈ? എന്താണ് നമ്മുടെ ഒരു കണ്ടീഷനും കൂടി ഉണ്ടല്ലേ. യെസ്, കുറെ പേരൊക്കെ യെസ് പറയുന്നുണ്ട്, കുറച്ച് പേരൊക്കെ നോയും പറയുന്നുണ്ട്. അപ്പൊ യെസ് എന്താ ബാക്കിയുള്ളവർക്ക് ഒരു മടി ആൻസർ ചെയ്യാൻ? എത്ര പേരോ, കുറച്ച് പേരെ ആൻസർ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ. ഓക്കെ, അപ്പൊ യെസ് വേഗം വരുന്നില്ലല്ലോ. ആ ലാസ്റ്റ് നമ്പർ 38 34 വന്നപ്പോ ഉള്ള ഒരു ആവേശം ഇതിന് കാണുന്നില്ലല്ലോ. എന്താണ് 2538 കഴിഞ്ഞു. ഞാനിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. നോ വൈ? പിന്നെ യെസ് ഒക്കെ അവിടെ ഇവിടേക്ക് കാണാൻ പറ്റുന്നുള്ളൂ, നോ ആണല്ലോ കൂടുതല്. അതെന്താ? അത് ചെയ്യാൻ പറ്റും. 2000നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻസർ ഈസ് യെസ്. നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഒരു നമ്പർ 2ഓ അതിലധികമോ സീറോസ് വെച്ചിട്ടാണ് അവസാനിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിവൈഡ് ഇറ്റ് വിത്ത് 4. So it's yes. 2000 divided by 4. 500 ആണ് ഉത്തരം. 500 + 500 + 500 + 500 അല്ലേ 2000 അല്ലേ? അപ്പോ ശ്രദ്ധിക്കുക, നിങ്ങളപ്പോ ഒരു കണ്ടീഷൻ മാത്രമാണ് ശ്രദ്ധിക്കുന്നുള്ളൂ. 2 കണ്ടീഷൻ ഉണ്ട് 4ന്. ഇഫ് ഇറ്റ് ഈസ് എൻഡിങ് വിത്ത് 2 digits, അവസാനിക്കുന്ന 2 നമ്പർ 4ന്റെ ഗുണിതങ്ങളാണെങ്കിലും ആ നമ്പർ അവസാനിക്കുന്നത് 2ഓ അതിലധികമോ 0ത്തിലാണെങ്കിലും ഡിവിസിബിൾ ബൈ 4 ആണ്. മനസ്സിലായോ? അപ്പൊ ഈ നമ്പറും ഡിവിസിബിൾ ബൈ 4 ആണ്. ഇത് 2 കാര്യങ്ങൾ നോക്കണം. അതിൽ എത്ര 0ത്തിൽ അവസാനിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കണം. പിന്നെ ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ് ഏതാണെന്നുള്ളത് നോക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ? 4 ക്ലിയർ ആയോ? നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? 5ലേക്ക് പോവാം.
5ലേക്ക് പോവാം. ക്ലിയർ അല്ലേ? 4 ക്ലിയർ അല്ലേ? അപ്പൊ 4ന് 2 കണ്ടീഷൻ ഉണ്ട്. അവസാനിക്കുന്ന 2 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 4 ആണോ നോക്കണം. ദെൻ അവസാനിക്കുന്നത് 2ഓ അതിലധികമോ പൂജ്യങ്ങളിലാണോ എന്നുള്ളതും കൂടെ നോക്കണം. ഓക്കെ, യെസ്. കുറെ പേരുടെ ആൻസേഴ്സ് കറക്റ്റ് ആണ്. കുറച്ച് പേരാണ് നോ എന്ന് പറഞ്ഞത്. അതെന്താന്ന് അറിയില്ല, അവര് മറ്റേ രണ്ടാമത്തെ കണ്ടീഷൻ മറന്നുപോയി എന്ന് തോന്നുന്നു. ഇപ്പൊ ക്ലിയർ ആയില്ലേ? യെസ്. ഇനി നമുക്ക് 5ന്റെ വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് അറിയാം. 5 എന്ന് പറയുന്നതിനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കൊണ്ട് ചെയ്യാൻ എളുപ്പമാണ് അല്ലെ? നമുക്ക് 5ന്റെ ഗുണന പട്ടികയും പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. 5ന്റെയും 10ന്റെയും ഗുണന പട്ടിക ആയിരിക്കും എല്ലാവർക്കും എളുപ്പം അല്ലേ? യെസ്. എന്തുകൊണ്ടാണ്? 5 5 5 5 കൂട്ടി പോകാനായിട്ട് ഭയങ്കര എളുപ്പം അല്ലെ? അതുപോലെ തന്നെയാണ് ഈ ഡിവിസിബിലിറ്റിയും വരുന്നത്. ഡിവിസിബിലിറ്റി ബൈ 5 എന്താ പറയുന്നത്? ഒരു നമ്പർ 5ലും 0ത്തിലും ആണ് അവസാനിക്കുന്നതെങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ 5 ആണ്. ഞാൻ എല്ലാവരുടെയും പേരും പറയുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആൻസർ പറയണോണ്ടാണ് ഞാൻ പേര് പറയാത്തത്. അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ അധികം സ്ട്രെയിനും എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം ക്ലാസ് എടുക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പറയുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് കേട്ടോ. ഒരാളൊക്കെ മാത്രം ആൻസർ പറയുന്നുള്ളെങ്കിൽ നമുക്ക് പേര് പറയാം. എല്ലാവരും കറക്റ്റ് ആൻസർ പറയുമ്പോൾ നമുക്ക് എല്ലാവരും പേരും പറയണ്ടേ? എല്ലാവരുടെ ആൻസറും കറക്റ്റ് ആണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഡിവിസിബിലിറ്റി ബൈ 5 എന്തായിരുന്നു? ഒരു നമ്പർ 5ലും 0ത്തിലും ആണ് അവസാനിക്കുന്നതെങ്കിൽ ആ നമ്പർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അത്രയേ ഉള്ളൂ കണ്ടീഷൻ. 0ത്തിലോ 5ലോ അവസാനിച്ചാൽ മാത്രമേ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അല്ലാണ്ട് 4ലോ 3ലോ 2ലോ ഒന്നും അവസാനിച്ചാലും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 0ത്തിലും 5ലും ആണ് അവസാനിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോ ഒരു എക്സാമ്പിൾ ഇതാ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. 1345 അല്ലേ? 1 3 4 5 അവസാനിക്കുന്ന നമ്പർ ഏതാ? 5. അപ്പൊ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഇനി നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, ഇതൊന്ന് നോക്കി നോക്കിയേ. ഇത് ഡിവിസിബിൾ ബൈ 5 ആണോ? അപ്പൊ ഞാൻ തന്നിട്ടുള്ള നമ്പർ ഡിവിസിബിൾ ബൈ 5 ആണെന്ന് നോക്കി നോക്കിയേ. യെസ്. 1 5 10 എന്നൊക്കെ പറയുന്നത് 1 വരില്ല കേട്ടോ. 5ഉം 10ഉം അങ്ങനെയാണ് പോവുക. ക്ലിയർ അല്ലേ? റൈറ്റ്. 2425. 2425 എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആണോ? ആണോ? യെസ് യെസ്. അതെ, എല്ലാവരും പറയുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. പറ്റും. 2425നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം അവസാനിക്കുന്നത് 5ലാണ് അല്ലേ? എന്നാ നിങ്ങൾ ഇതൊന്ന് നോക്കി നോക്കൂ. ഈ നേരത്തെ കാണിച്ച നമ്പർ തന്നെ എടുക്കാം നമുക്ക്. ഈ നമ്പർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ തന്നിട്ടുള്ള എക്സാമ്പിൾ 2000 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 2000 4 കൊണ്ട് പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? 5 കൊണ്ട് പറ്റുമോ? ഒന്ന് ഞാൻ പറഞ്ഞോളോ. 4 കൊണ്ട് 2000നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 കൊണ്ട് 2000നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ് യെസ് യെസ്. ഓക്കെ, എല്ലാവരും യെസ് ആണ് പറയുന്നത്. യെസ്, എല്ലാവരും പറയുന്നത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. പറ്റും.
ക്ലിയർ ആണ്. അവിടെ നിങ്ങൾ എത്ര 0 വരണോ എന്നൊന്നും നോക്കണ്ട. അവസാനിക്കുന്നത് 0-ത്തിലാണോ എന്ന് നോക്കിയാൽ മതി. അല്ലേ? എത്ര 0 ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവസാനിക്കുന്നത് 0-ത്തിലാണോ എങ്കിൽ നമുക്ക് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. ഓക്കെ, നൗ ഒരു എക്സാമ്പിളും കൂടി ഞാൻ തരാണ്. ഇതൊന്ന് നോക്കൂ. ഈ നമ്പർ ഡിവിസിബിൾ ബൈ 5 ആണോ എന്ന് പറഞ്ഞേ. ആ നമ്പർ ഡിവിസിബിൾ ബൈ 5 ആണോ? 1115 ഡിവിസിബിൾ ബൈ 5 ആണോ? യെസ് അല്ലേ, ഡിവിസിബിൾ ബൈ 5 ആണ്. നിങ്ങളപ്പോൾ അതിന്റെ തൊട്ട് മുമ്പ് വരുന്ന ഏതൊരു നമ്പറിനെയും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അവസാനം വരുന്ന നമ്പർ മാത്രമേ നമ്മൾ 5ന്റെ കാര്യത്തിൽ നോക്കേണ്ട കാര്യം ഉള്ളൂ. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് അതും ക്ലിയർ ആയി. അപ്പൊ 4ഉം 5ഉം കഴിഞ്ഞു കേട്ടോ. 5 എളുപ്പമായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. 4ന് 2 കണ്ടീഷൻ ഉണ്ട്, 5ന് ഒരൊറ്റ കണ്ടീഷൻ ആണുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി 6ലേക്ക് പോവാം. ഓക്കെ, 6ലേക്ക് പോവാം. 6 നിങ്ങൾക്ക് കാണാം അല്ലേ, കുറച്ച് വലുതാണ്. അപ്പോൾ 6ന്റെ കണ്ടീഷൻസും കുറച്ച് വലുതായിരിക്കും അല്ലേ. എന്താണ് 6ന്റെ? A number is divisible by 6 when it is divisible by 2 as well as 3. അതായത് ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിലും 3 കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിലും അത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും. എന്തായിരുന്നു? ഒരു നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ ഒക്കെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയും നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 2ഉം 3ഉം 6ന്റെ ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. എന്തായിരുന്നു? A number is divisible by 6 when is divisible by 2 as well as 3. 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഒക്കെയും 6 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കണം. 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ ഒക്കെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? 6ന്റെ ഘടകങ്ങളാണ് 2ഉം 3ഉം. 6ന്റെ ഫാക്ടേഴ്സ് ആണ് 2, 3 അല്ലേ. 2 ഗുണം 3 അല്ലേ 6 അല്ലേ. അപ്പൊ അതുകൊണ്ടാണ്, അതിനാണ് ഘടകങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രൈം നമ്പറുകൾ പഠിച്ചപ്പോൾ ഘടകങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2ഉം 3ഉം 6ന്റെ ഘടകങ്ങളായതുകൊണ്ട് 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? പിന്നെന്താണ് വേറെയുള്ള കണ്ടീഷൻസ്? ഇത് കൂടാണ്ട് numbers should end with an even digit or 0. ഇത് കൂടാണ്ട് അല്ല, ആ കണ്ടീഷൻസിന് ഒന്നും കൂടെ നമ്മൾ പറയുന്നതാണ്. അപ്പൊ അത്രയും നിങ്ങൾ നോക്കിയാൽ മതി. എന്താണ് 6ന്റെ കണ്ടീഷൻ? അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണോ നോക്കുക, എങ്കിൽ അത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി അതിന്റെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണോ നോക്കുക, എങ്കിൽ അത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളായിരിക്കും. അതായത് നമ്പേഴ്സ് should end with an even digit or 0. അതാണല്ലോ നമ്മുടെ 2ന്റെ കണ്ടീഷൻ. ഈവൺ നമ്പറുകൾ, അതായത് 2, 4, 6, 8 അല്ലെങ്കിൽ 0-ത്തിൽ അവസാനിക്കുന്ന നമ്പറുകളോ തന്നിട്ടുള്ള നമ്പറുകളുടെ
സം എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ വി ക്യാൻ ഡിവൈഡ് ദാറ്റ് നമ്പർ ബൈ 6. എന്താണ് 3യുടെ ചോദിക്കണേ? 3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ? 3 എന്നിട്ട് ഇപ്പൊ ഇന്ന് എല്ലാവരും ആൻസറും പറഞ്ഞതാണല്ലോ 3യുടെ. അപ്പൊ 3ക്ക് എന്താ പ്രശ്നം? 3 ക്ലിയർ ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോ കാണണം. ഓക്കെ, എന്തായിരുന്നു അപ്പോ? ഇത് ക്ലിയർ ആണോ? എന്തായിരുന്നു കാര്യം? ഒരു നമ്പർ 6 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ആ നമ്പർ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ അത് 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ വേറെ പുതിയ കണ്ടീഷൻസ് ഒന്നുമില്ല. 2ന്റെ കണ്ടീഷനും 3ന്റെ കണ്ടീഷനും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. 2ന്റെ കണ്ടീഷൻ എന്തായിരുന്നു? നമ്പർ ഷുഡ് എൻഡ് വിത്ത് ഈവൻ ഡിജിറ്റ് ഓർ 0. എന്തായിരുന്നു? ആ നമ്പർ ഒരു ഈവൺ നമ്പറിലോ അല്ലെങ്കിൽ 0യിലോ അവസാനിക്കുന്നതാണെങ്കിലും ദെൻ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3. അതാണല്ലോ 3യുടെ കണ്ടീഷൻ. തന്നിട്ടുള്ള ഒരു 5 ഡിജിറ്റോ 6 ഡിജിറ്റോ 10 ഡിജിറ്റോ എത്ര നമ്പർ ആയിക്കോട്ടെ, ആ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന ആ സമ്മ് 3ന്റെ ഗുണിതമാണെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ 6ന്റെ എന്ന് പറയുന്നത് 2ന്റെയും 3ന്റെ ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്? 2ഉം 3ഉം 6ന്റെ ഘടകങ്ങളായതുകൊണ്ടാണ് 6ന്റെ കണ്ടീഷനും ഈ 2, 3 എന്നുള്ളതിന്റെ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആണോ? നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കിയേ. 4554 കണ്ടില്ലേ? ഈ നമ്പർ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണോ? ആണ്. എന്തുകൊണ്ടാ? അവസാനിക്കുന്നത് ഏത് നമ്പറിലാണ്? ഈവൺ നമ്പറിലാണല്ലേ? സോ അത് 2ന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് 6ന്റെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം കേട്ടോ. ഒരെണ്ണം മാത്രമല്ല, 2ഉം കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അത് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഈവൺ നമ്പറിൽ അവസാനിക്കുകയും വേണം. അതിന്റെ സം എന്ന് പറയുന്നത് 3ന്റെ ഡിവിസിബിൾ ആവുകയും ചെയ്യണം. 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താലാണ് അത് ഡിവിസിബിലിറ്റി ബൈ 6 ആവുള്ളൂ. മനസ്സിലായോ? 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പറുകളാണ് 6ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്നത്. അതായത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഈവൺ നമ്പറിൽ അവസാനിച്ചാൽ പോരാ. അതുപോലെ ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ 3ന്റെ ഗുണിതമായാൽ പോരാ. ഈവൺ നമ്പറിൽ അവസാനിക്കുകയും വേണം, ആഡ് ചെയ്യുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ കിട്ടുകയും വേണം. ആ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇത് 6ന്റെ ഡിവിസിബിലിറ്റി ആവുള്ളൂ. ഒരു കണ്ടീഷൻ പോരാ, 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. മനസ്സിലായല്ലോ? എന്താ ഡിവിസിബിലിറ്റി ഓഫ് 6 കിട്ടിയില്ലേ? ഇനി ആർക്കാ സംശയം ഡിവിസിബിലിറ്റി ഓഫ് 6ല്? ഡിവിസിബിലിറ്റി ഓഫ് 6 വേറെ ഒന്നുമില്ല പുതിയതായിട്ട്. നമുക്ക് 2ന്റെയും 3ന്റെയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകണം. 2ന്റെയും 3ന്റെ എന്ന് പറഞ്ഞാൽ 2ഉം സാറ്റിസ്ഫൈ ആകണം. മനസ്സിലായോ? 2ഉം ഈവൺ നമ്പറിൽ അവസാനിക്കുന്നതും ആകണം. അത് ആഡ് ചെയ്യുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ കിട്ടുകയും വേണം. 2ഉം വേണം. ആർക്കാ മനസ്സിലാവാത്ത? എന്താണ് സിജിമോൾ? മനസ്സിലായില്ലേ? എന്തുകൊണ്ടാ ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞേ. 6ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ മനസ്സിലാവാത്തവരും ഒന്ന് വേഗം പറയോ. ആർക്കാ മനസ്സിലാവാത്ത? വേഗം പറഞ്ഞോളൂ. ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? 6ാമത്തെ ഡിവിസിബിലിറ്റി ബൈ 6 എല്ലാവർക്കും ക്ലിയർ ആണോ?
എല്ലാവർക്കും ക്ലിയർ ആണോ? ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, കുറച്ച്. എന്തുകൊണ്ടാ 2ന്റെയും 3ന്റെയും കണ്ടീഷൻ ഒരുമിച്ച് അങ്ങോട്ട് വരണം എന്നുള്ളൂ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കി നോക്കിയേ. 4554 അവസാനിക്കുന്നത് 4-ലാണ്. സോ ഈവൺ നമ്പർ ആണ്. സോ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. കൂട്ടി നോക്കൂ. 4554 എങ്ങനെയാ കൂട്ടി നോക്കുക? 4 പ്ലസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല അല്ലെ, 4 5 5 4 എങ്ങനെ കൂട്ടി നോക്കുക? 4 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 4 എത്രയാ? 18 അല്ലേ? 18. 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്ന ആളല്ലേ? 6 ഗുണം 3 അല്ലേ 18 അല്ലേ? അപ്പോ അത് ഈവൺ നമ്പറിൽ അവസാനിക്കുന്ന നമ്പറും ആണ്, ആഡ് ചെയ്ത് കിട്ടിയ നമ്പർ 3ന്റെ മൾട്ടിപ്പിളും ആണ്. അപ്പൊ അത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കും. മനസ്സിലായോ? ഇനി നിങ്ങൾ ഇതൊന്ന് നോക്കൂ. ഈ നമ്പർ അതൊന്ന് നോക്കി നോക്കിയേ. യെസ്, ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണ്. 2444 കാണുന്നില്ലേ? ഇതാ ഈ നമ്പർ കേട്ടോ, 2444. ഈ നമ്പർ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഒന്നൊന്ന് നോക്കി നോക്കിയേ. വേഗം പറയണം കേട്ടോ. എന്നിട്ട് പതിനാലോ? ഞാൻ ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് മാത്രമേ ചോദിച്ചോളൂ. 2444 ഈസ് ദാറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 6? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അതാണ് എൻ്റെ ചോദ്യം. 6 കൊണ്ട് ഇപ്പൊ ഈ തന്നിട്ടുള്ള നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയോ? യെസ് ഓർ നോ അത് മാത്രം പറഞ്ഞാൽ മതി. 2444നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾ പറയുന്നത്. കുറേ പേര് പറ്റും എന്ന് പറയുന്നുണ്ട്, 1-2 പേർക്കൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ 2 കണ്ടീഷനും നോക്കിയിട്ടാണോ പറ്റുമെന്ന് പറയുന്നത്? 2444 അവസാനിക്കുന്നത് ഈവൺ നമ്പറിലാണ്. ആ കണ്ടീഷൻ ഓക്കെ, അവസാനിക്കുന്ന ഈവൺ നമ്പറിലാണ്. ഓക്കെ, 2 കണ്ടീഷൻ പാലിക്കണം കേട്ടോ. ഒരു കണ്ടീഷൻ പാലിച്ചാൽ പോരാ, 2 കണ്ടീഷനും പാലിച്ചാൽ മാത്രമേ ഡിവിസിബിലിറ്റി ബൈ 6 ആവുകയുള്ളൂ. എന്താണ്? 2 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 4. ആ കിട്ടുന്ന ഉത്തരം എത്രയാണ്? 4 4 8. 8 6 14. 14 നിങ്ങൾ എവിടെയാ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കണ്ടിട്ടുള്ളത്? എവിടെയാ കണ്ടേക്കണേ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ? 14 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന ഒരു സംഖ്യ ആണോ? ആണോ? അല്ല. 14 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന സംഖ്യയാണോ? അല്ല. അപ്പൊ എങ്ങനെയാ ഈ 2444 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആകുന്നത്? ഒരു കണ്ടീഷനല്ലേ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ. മനസ്സിലായോ? രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലല്ലോ. 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആകണ്ടേ? അപ്പൊ മനസ്സിലായി എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ തെറ്റി അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തുള്ളൂ? നിങ്ങൾ ആ 4 കൊണ്ട് ഡിവൈഡ് ലാസ്റ്റ് ആയപ്പോ
6 കൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചു. അങ്ങനെ വിചാരിക്കരുത്. മനസ്സിലായോ? അപ്പൊ ഉത്തരം നോ ആണ്. ഈ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോ ആൻസർ ഈസ് നോ. ഇപ്പൊ എന്താ നിങ്ങൾക്ക് ക്ലിയർ ആവാത്തത്? ഇതില് ഒരു ക്വസ്റ്റ്യനും കൂടെ തരാം ട്ടോ. ഒരു ക്വസ്റ്റ്യനും കൂടെ തരാം. മൂവായിരത്തി 256 നോക്കോളൂ. ഡിവിസിബിൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണോ എന്ന് വേഗം പറഞ്ഞോളൂ. എന്നിട്ട് 6 കൊണ്ട്. സോ ഒരു കണ്ടീഷൻ അല്ല, 2 കണ്ടീഷൻ, 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. കുറെ പേരൊക്കെ നോ പറഞ്ഞു, കുറെ പേർക്കൊക്കെ പക്ഷെ യെസ് ആയിരുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങൾ 2 കണ്ടീഷനും നോക്കണം. ഒരു കണ്ടീഷൻ നോക്കിയാൽ പോരാ, രണ്ടില് ഈവൺ നമ്പറിൽ അവസാനിച്ചാൽ മാത്രം പോരാ. ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 3ന്റെ ഗുണനപട്ടികയിൽ വരുന്നൊരു നമ്പർ ആയിരിക്കണം. നോക്കിക്കോളൂ. നോ. ഒരാൾക്കൊക്കെ യെസ്, ബാക്കി നോ വരുന്നുണ്ട്. നോ. എല്ലാവരും ആൻസർ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത് 3256 നോ. എല്ലാവർക്കും നോ ആണത് അല്ലേ? അപ്പൊ എങ്ങനെയാ നിങ്ങൾക്ക് അത് അല്ലാന്ന് മനസ്സിലായത്? ഈവൺ നമ്പർ ആണോ? യെസ്, ഈവൺ നമ്പർ ആണ്. ആഡ് ചെയ്ത് നോക്കാം. 3 പ്ലസ് 2 പ്ലസ് 5 പ്ലസ് 6 എത്രയാണ്? 16 അല്ലേ? 16 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? 16 എന്ന് പറയുന്നത് 3ന്റെ ഗുണന പട്ടികയിൽ വരുന്നൊരു നമ്പർ അല്ല. സോ നോ. മനസ്സിലായോ? അപ്പോ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ അല്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഈ നമ്പർ ഒന്ന് നോക്കൂ. 1212. ഇത് ഡിവിസിബിൾ ബൈ 6 ആണോ അല്ലയോ? പറഞ്ഞോളൂ. 1212 1212 അത് ഡിവിസിബിൾ ബൈ 6 ആണോ അല്ലയോ? യെസ് ഓർ നോ? ഞാൻ പറഞ്ഞോളൂ. ഓക്കെ, ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 2 കണ്ടീഷനും നോക്കുക. കുറച്ച് പേർക്കൊക്കെ യെസ് ആണ്, കുറച്ച് പേർക്കൊക്കെ നോ ആണ്. നോക്കാലോ നമുക്ക് എങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ, ക്ലാസ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഗ്രൂപ്പിൽ വരുന്ന എല്ലാ മെസ്സേജസും കേൾക്കണം കേട്ടോ. നമുക്ക് ലാസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോ മൺഡേ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഗ്രൂപ്പില് വെനസ്ഡേ ക്ലാസ് ഉണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാ മെസ്സേജസും കേൾക്കണം കേട്ടോ. ഗ്രൂപ്പിൽ വരുന്നത് ഇന്ന് രാവിലെ നമ്മൾ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ് നോ യെസ്
നോ. കുറെ പേർക്കൊക്കെ യെസ്, കുറെ പേർക്കൊക്കെ നോ. സാധാരണ നമ്മൾ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാല് കറക്റ്റായിട്ട് എല്ലാവർക്കും ഒരേ ആൻസർ വരാറ്. ഇപ്പൊ പക്ഷെ എല്ലാവർക്കും ഒരേ ആൻസർ അല്ല വരുന്നേ, പലർക്കും പല ആൻസേഴ്സ് ആണല്ലോ വരുന്നത്. യെസ് ഓർ നോ, യെസ് ഓർ നോ. യെസ്, നോക്കാം നമുക്ക്. കുറെ പേര് യെസ് പറഞ്ഞു, കുറെ പേര് നോ പറഞ്ഞു. നോക്കാം. അവസാനിക്കുന്ന നമ്പർ ഏതാ? 2. സോ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. എന്താണ്? നമ്പർ ഷുഡ് ബി എൻഡ് വിത്ത് ഈവൻ ഡിജിറ്റ് ഓർ 0. അതായത് 2, 4, 6, 8 ഇതിൽ അല്ലെങ്കിൽ 0 അവസാനിക്കണമാണ്. 2 അവസാനിക്കുന്നത്. സോ യെസ്, റൈറ്റ്. ഇനി എന്താണ്? ആഡ് ചെയ്യുമ്പോൾ സം ഓഫ് ഡിജിറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 3. 1 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 2, 1 പ്ലസ് 2 3 പ്ലസ് 1 4 പ്ലസ് 2 6. 6 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന ആളല്ലേ? അല്ലേ? അപ്പൊ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആയില്ലേ? 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി. സോ യെസ്, ഇതൊരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണ്. ആൻസർ ഈസ് യെസ്. മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? യെസ്, ആൻസർ ഈസ് യെസ്. അതിനെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോറി, പറ്റൂട്ടോ. അപ്പൊ കുറച്ചു പേരൊക്കെ നോ പറഞ്ഞത് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പറഞ്ഞത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാ ഇപ്പോഴും നിങ്ങൾക്ക് നോ വരുന്നത്? കുറെ പേരുടെ ആൻസേഴ്സ് കറക്റ്റ് ആയിരുന്നു. 1-2 പേരൊക്കെ നോ പറഞ്ഞു. 1-2 അല്ല, ഒരു 3-4 പേരുണ്ടായിരുന്നു തോന്നുന്നുണ്ട്, നോ പറഞ്ഞു. വൈ? എന്താണ് നോ ആയിപ്പോയത് നിങ്ങൾക്ക്? യെസ്, ആൻസർ ഈസ് യെസ്. ഓക്കെ, ആൻസർ ഈസ് യെസ്. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോ 6 വരെ ഉള്ളത് ക്ലിയർ ആയോ? ഡിവിസിബിലിറ്റി ബൈ 4 പഠിച്ചു നമ്മള്, 5 പഠിച്ചു നമ്മള്, 6 പഠിച്ചു. ഓക്കെ, എന്തായിരുന്നു 4ന്റെ കണ്ടീഷൻ? 4ന്റെ കണ്ടീഷൻ എന്തായിരുന്നു? ഒരു ഡിജിറ്റിന്റെ ലാസ്റ്റത്തെ 2 നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 4നെ നമുക്ക് ആ നമ്പർ കൊണ്ട് യെസ്, എന്തായിരുന്നു? ഒരു ഡിജിറ്റിന്റെ ലാസ്റ്റത്തെ 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ആ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2ഓ അതിലധികമോ 0ത്തിലാണ് ഒരു നമ്പർ അവസാനിക്കുന്നതെങ്കിലും അതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായിരുന്നു നമ്മുടെ എന്തിന്റെ കണ്ടീഷൻ? 4ാമത്തെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ. 2 കണ്ടീഷൻ ഉണ്ട്. 2 കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണ്ട, 2 ഡിഫറെന്റ് കണ്ടീഷൻ. 2 നമ്പേഴ്സ് 4ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിലും ദെൻ 2ഓ അതിലധികമോ 0ത്തിൽ അവസാനിക്കുന്ന നമ്പർ ആണെങ്കിലും 2 ഡിഫറെന്റ് കണ്ടീഷൻസ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ആയാൽ മതി, അല്ലേ? അതായിരുന്നു നമ്മുടെ 4ാമത്തെ ഡിവിസിബിലിറ്റി ബൈ 4ന്റെ കണ്ടീഷൻ. ഇനി ഡിവിസിബിലിറ്റി ബൈ 5ന്റെ വന്നപ്പോൾ എളുപ്പമായിരുന്നു. 5ഓ അല്ലെങ്കിൽ 0ഓ അതിൽ അവസാനിച്ചാൽ മാത്രമേ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 6 വന്നപ്പോഴാണ് നമുക്ക് 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം വന്നത്. 2ന്റെ കണ്ടീഷനും 3ന്റെ കണ്ടീഷനും ഒരുമിച്ച് വന്നാൽ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് 6ന്റെ കണ്ടീഷൻ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച 3 കണ്ടീഷൻ. ഇനി നമുക്ക് 7ന്റെ കണ്ടീഷൻ പഠിക്കാനുണ്ട്.
ഈ 3 കണ്ടീഷനും അടിപൊളിയായിട്ട് മനസ്സിലായെങ്കിൽ വേഗം ഹാർട്ട്സ് വരട്ടെ നോക്കട്ടെ. വേഗം ഹാർട്ട്സ് വരട്ടെ. നിങ്ങൾ 7:50 തൊട്ട് തുടങ്ങിയല്ലോ ചാറ്റ് ബോക്സിൽ. 10 മിനിറ്റും കൂടി, 5 മിനിറ്റും കൂടി, 6 മിനിറ്റും കൂടി, 7 മിനിറ്റും കൂടി. സമയം ഞാൻ നോക്കണൊക്കെ ഉണ്ട് കേട്ടോ, ആരും പേടിക്കണ്ട. 8 മണി കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ ഞാൻ പിടിച്ചെടുത്തൊന്നുമില്ല. ഓക്കെ, 7 to 8 അല്ലേ നമ്മുടെ ക്ലാസ് ഇന്ന്. അപ്പൊ 8 മണി വരെ നിങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ളത് ക്ലിയർ ആയി മനസ്സിലായി. 3 കണ്ടീഷനും ക്ലിയർ ആയെങ്കിൽ വേഗം ഹാർട്ട്സ് ഒക്കെ വരട്ടെ. വേഗം ഹാർട്ട്സ് വരട്ടെ. ഹാർട്ട്സ് വരലയിൽ ഒരു സ്പീഡ് ഇല്ലല്ലോ. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കൂ കേട്ടോ. എല്ലാവരും പഠിച്ചിട്ട് വന്നോളോ. വേഗം വരട്ടെ. 1 2 പേരാ ഹാർട്ട്സ് ഇട്ടത്. 2 പേർക്കാ ക്ലിയർ ആയുള്ളൂ. വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. ഹാർട്ട്സ് ഒക്കെ വന്നു തുടങ്ങുന്നുണ്ട്. വരട്ടെ. ഇത്ര അധികം പേരില്ലേ ഇവിടെ. എന്നിട്ട് ഈ 1 2 3 4 5 6 പേർക്കാ മനസ്സിലായുള്ളൂ. 6 പേർക്കാണോ ആകെ മനസ്സിലായുള്ളത്? അപ്പൊ നമുക്ക് 6 നമ്പേഴ്സിന്റെ കഴിഞ്ഞു. എല്ലാത്തിന്റെയും സെപ്പറേറ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ഇതൊന്നും എടുത്തു നോക്കാണ്ട് അടുത്ത ക്ലാസ്സിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മറന്നു പോകും. കാരണം 6 എണ്ണത്തിന്റെയും ഡിഫറെന്റ് കണ്ടീഷൻസ് ആണ്. ഒക്കെ നിങ്ങളുടെ തലയിൽ ഉണ്ടാവണം കേട്ടോ. ഇടയിൽ ഒന്നും എടുത്തൊന്ന് ഓർത്തു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഹാർട്ട്സ് ഒക്കെ വന്നു. എല്ലാവർക്കും അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി ഇന്നത്തെ ക്ലാസ് അപ്പൊ ഇത്രയേ ഉള്ളൂ. കാരണം ഇനിയിപ്പോ 7:10 പോകാനുള്ള സമയമില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്കിന്ന് തീരെ വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഇടയിൽ ചുമച്ചതും പിന്നെ സൗണ്ട് കുറച്ച് എനർജി കുറവുണ്ടെന്ന് അതെനിക്കറിയാം. അത് നമുക്ക് ഒത്തിരി വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും വയ്യായൊക്കെ മാറി വരാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ യെസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.